IVFിൻ്റെ സക്സസ് റേറ്റ് ഇൻക്രീസ് ആക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് എഗ്ഗിൻ്റെ ക്വാളിറ്റിയാണ്. എഗ്ഗിൻ്റെ ക്വാളിറ്റി എത്രയും നല്ലതാണ് അത്രയും IVFിൻ്റെ റിസൾട്ട് സക്സസ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. എഗ് ക്വാളിറ്റി ഇൻക്രീസ് ആക്കാനുള്ള ടിപ്സ് നമ്മുടെ ചാനലിൽ ഓൾറെഡി നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുക. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. രണ്ടാമത്തെ ഫാക്ടറാണ് സ്പേം ക്വാളിറ്റി. സ്പേം ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള വീഡിയോയും നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പേം ക്വാളിറ്റി ആണ് ഇൻക്രീസ് ചെയ്യേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുക. അതിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സ് ഫോളോ ചെയ്യുക. ക്വാളിറ്റിയുള്ള എഗ്ഗും സ്പേമും ഫെർട്ടിലൈസ് ആയാൽ മാത്രമാണ് നല്ല ക്വാളിറ്റിയുള്ള എംബ്രിയോ ഫോം ആകത്തുള്ളൂ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള എംബ്രിയോ ആണെങ്കിൽ സക്സസ് റേറ്റ് എന്തായാലും കൂടുതലാണ്. എംബ്രിയോ ഗ്രേഡിങ്ങിനെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എംബ്രിയോയുടെ ക്വാളിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് യൂട്രസിൻ്റെ അനാറ്റമിയാണ്. യൂട്രസിൻ്റെ ലൈനിങ് നല്ലതല്ലെങ്കിൽ തീർച്ചയായിട്ടും ചാൻസസ് അവിടെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. യൂട്രസിൻ്റെ ലൈനിങ് കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും എംബ്രിയോയുടെ ഇംപ്ലാന്റേഷൻ നടക്കാനുള്ള ചാൻസസ് കൂടുകയാണ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയുള്ള എഗ്ഗാണ്, നല്ല ക്വാളിറ്റിയുള്ള സ്പേമാണ്, രണ്ടും കൂടി ഫെർട്ടിലൈസ് ആയപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള എംബ്രിയോ ആണ്. പക്ഷേ എൻഡോമെട്രിയം കറക്റ്റ് അല്ല എങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം എംബ്രിയോ ഇംപ്ലാന്റ് ആകാനുള്ള സാധ്യത തീർച്ചയായിട്ടും കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എംബ്രിയോ ക്വാളിറ്റി നല്ലത് വേണം എന്ന് പറയുന്നത് പോലെ തന്നെ എൻഡോമെട്രിയൽ തിക്നെസ്സും IVFിൻ്റെ സക്സസിനായിട്ട് കറക്റ്റ് ആകണം. അപ്പോൾ നിങ്ങളുടെ എംബ്രിയോ ഫോം ആക്കിയതിന് ശേഷം സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ എൻഡോമെട്രിയൽ തിക്നെസ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ എംബ്രിയോ ഫ്രീസ് ചെയ്ത് എൻഡോമെട്രിയൽ തിക്നെസ് കറക്റ്റ് ആക്കാനുള്ള മെഡിസിൻസ് തന്ന് അത് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ എംബ്രിയോ ട്രാൻസ്ഫർ നിങ്ങൾക്ക് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മെഡിക്കേഷൻസ്. അതിൽ ഇഞ്ചെക്ഷൻസ് ഉണ്ടാകും, ഒരുപാട് മൾട്ടി വൈറ്റമിൻസ് ഉണ്ടാകും, ബ്ലഡ് തിന്നിങ് മെഡിസിൻസ് ഉണ്ടാകും. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡോസിൽ എടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നിങ്ങൾക്ക് പ്രൊജസ്ട്രോൺ മെഡിക്കേഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ പ്രൊജസ്ട്രോൺ മെഡിക്കേഷൻസ് എന്തായാലും ഡോക്ടർ പറയുന്നത് പോലെ തന്നെ അതൊന്നെങ്കിൽ നിങ്ങൾക്ക് പ്രൊജസ്ട്രോൺ ജെല്ലായിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊജസ്ട്രോൺ ഇഞ്ചെക്ഷൻസ് ആയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് എന്താണോ പറയുന്നത് അത് കറക്റ്റായിട്ട് അതേ ഫോമിൽ തന്നെ അതേ ഡോസിൽ അതേ ടൈമിൽ തന്നെ എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഈ മെഡിക്കേഷൻസ് എല്ലാം നിങ്ങളുടെ എംബ്രിയോയുടെ ഇംപ്ലാന്റേഷനും ഓവറോൾ IVFിൻ്റെ സക്സസിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്നും മിസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് മെൻ്റൽ ഹെൽത്ത്. IVFിൻ്റെ സക്സസിന് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണെന്നാണ് ഇപ്പോൾ സ്റ്റഡീസ് പറയുന്നത്. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം മാത്രമല്ല IVFിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ആയാൽ, നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആയാൽ അത് നിങ്ങളുടെ ബോഡിയിൽ ഹോർമോണൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ആ ഹോർമോണൽ ഇംബാലൻസ് കാരണം നിങ്ങളുടെ എംബ്രിയോ ഇംപ്ലാന്റേഷൻ നടക്കില്ല. ഇനി അഥവാ നിങ്ങളുടെ എംബ്രിയോ ഇംപ്ലാന്റ് ആയാൽ തന്നെ പിന്നീട് മുന്നോട്ട് പോയിട്ട് അത് മിസ്കാരേജ് ആകാൻ ചാൻസ് ഉണ്ട്, ബീറ്റ SCG ലെവൽ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ IVFിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് തന്നെ ഹാപ്പി ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്, യോഗ ചെയ്യാവുന്നതാണ്, ഒരുപാട് അടുപ്പമുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. മാക്സിമം നിങ്ങൾ ഈ ഒരു സമയം ടെൻഷൻ നിറഞ്ഞതായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ടെൻഷൻ തരുന്ന ആളുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം നിങ്ങളുടെ സ്ട്രെസ് ലെവൽ തീർച്ചയായിട്ടും കുറയ്ക്കും. പിന്നെ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസ്റ്റ് വേണം. പക്ഷേ ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നോർമൽ നിങ്ങളുടെ റുട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങൾ ഒന്നും എടുക്കരുത്. ഒരുപാട് കുനിഞ്ഞു നൂർന്നുമുള്ള ജോലികൾ എല്ലാം നിങ്ങൾ ഈ ഒരു ടൈമിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഡയറ്റ്. IVFിനായിട്ട് നിങ്ങൾ നാളെയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ നാളെ തൊട്ടല്ല ഡയറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ IVFിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 2 മാസം മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. നോൺ വെജിറ്റേറിയൻസ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ എഗ്ഗും ഫിഷും ചിക്കനും ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്.
പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോൺ വെജിറ്റേറിയൻസ് എന്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്താലും അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡയറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെജിറ്റേറിയൻസ് ആണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ നന്നായിട്ട് പൾസസ് എടുക്കാവുന്നതാണ്. വൈറ്റ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, വെളിയിലത്തെ ഫുഡ്, ഓയിലി ഫുഡ്, ജങ്ക് ഫുഡ് എല്ലാം തന്നെ നിങ്ങൾ ഈ ഒരു ടൈമിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഡയറ്റിൽ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങളുടെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ്സിനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക. മോണോസാച്ചുറേറ്റഡ് കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുക. ഡയറ്റിൽ അവക്കാഡോ, നട്ട്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പ്രോപ്പർ ഡയറ്റ് എടുത്ത് നിങ്ങളുടെ ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്താൽ IVFന്റെ സക്സസ് കൂടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. IVFന്റെ സക്സസിനായിട്ട് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നിങ്ങളുടെ ബോഡി വെയ്റ്റ്. നിങ്ങളുടെ ബോഡി വെയ്റ്റ് നോർമൽ ആകുന്നത് IVFന്റെ സക്സസിന് ഒരുപാട് നല്ലതാണ്. നിങ്ങളുടെ BMI 25-ൽ കൂടുതൽ ആണെങ്കിലോ 19-ൽ കുറവാണെങ്കിലോ നിങ്ങൾ BMI മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ എക്സസൈസ് ചെയ്ത് നിങ്ങളുടെ വെയ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വിഗറസ് ആയിട്ടുള്ള എക്സസൈസ് നിങ്ങൾ IVFന്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. വെയ്റ്റ് കൺട്രോളിൽ ആയിക്കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് എക്സസൈസ് റുട്ടീൻ ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. IVFന് നമ്മൾ നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കാർഡിയോ എക്സസൈസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ IVFന്റെ പ്രോസസ്സിൽ എൻറോൾ ആകുമ്പോൾ ഇഞ്ചെക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വിഗറസ് ആയിട്ടുള്ള എക്സസൈസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അടുത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ലീപ്പിംഗ് പാറ്റേൺ ആണ്. കുറഞ്ഞത് 8 തൊട്ട് 9 മണിക്കൂറെങ്കിലും നിങ്ങൾ നന്നായിട്ട് ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ട്രെസ്സ് കുറഞ്ഞ് ടെൻഷൻ ഫ്രീ ആയിട്ട് നന്നായിട്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങുക. ഒരുപാട് ലേറ്റ് നൈറ്റ് ആയാലും അത് ഹോർമോണൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എംബ്രി ഇംപ്ലാന്റ് ആകാനുള്ള ചാൻസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ടെൻഷൻ ഫ്രീ ആയി, സ്ട്രെസ് ഫ്രീ ആയി, ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ IVFന്റെ സക്സസിന് ഒരുപാട് ഗുണം ചെയ്യും. നെക്സ്റ്റ് ഒരു കാര്യമാണ് വാട്ടർ തെറാപ്പി എന്ന് പറയുന്നത്. IVFന്റെ ട്രീറ്റ്മെൻറ്റ് ടൈമിലും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷവും നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് മൂലം നിങ്ങളുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കുകയും അത് നിങ്ങളുടെ എംബ്രിയോ ഇംപ്ലാന്റ് ആകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും തുടർന്ന് നിങ്ങളുടെ IVFന്റെ സക്സസിന് ഒരുപാട് ബെനിഫിഷ്യൽ ആകുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷവും IVFന്റെ ട്രീറ്റ്മെൻറ്റ് ടൈമിലും നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് ആണ് IVFന്റെ സെൻറ്റർ ചൂസ് ചെയ്യുന്ന കാര്യം. IVFന്റെ ലാബ്, ഡോക്ടർ, എംബ്രിയോളജിസ്റ്റ് ഇതെല്ലാം നല്ലതാണോ അഡ്വാൻസ്ഡ് ആണോ എന്ന് ആദ്യമേ നിങ്ങൾ ചൂസ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ IVF ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ IVFന്റെ സക്സസിനായിട്ട് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് ഇൻഫർമേഷണൽ തെറാപ്പി. IVFനെ പറ്റി നിങ്ങൾക്ക് എത്രയും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ IVFനെ പറ്റി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. IVFന്റെ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. IVFന് ഏതൊക്കെ ഇഞ്ചെക്ഷൻസ് ആണ് എടുക്കേണ്ടത്, ഏതൊക്കെ മെഡിസിൻസ് ആണ് കഴിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. കറക്റ്റ് സോഴ്സിൽ നിന്നുള്ള അറിവ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേടി, ടെൻഷൻ, സ്ട്രെസ് ഇതെല്ലാം കുറഞ്ഞു കിട്ടും. അതുവഴി നിങ്ങളുടെ IVF ട്രീറ്റ്മെൻറ്റ് സക്സസ് ആകുകയും ചെയ്യും. പിന്നെ IVFന്റെ ട്രീറ്റ്മെൻറ്റ് സമയത്തും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും കുറച്ച് വാർണിംഗ് സൈൻസ് ഉണ്ട്, കുറച്ച് നോർമൽ കാര്യങ്ങളും ഉണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ മാത്രമേ ഡോക്ടറെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിക്കേണ്ട ടൈമിൽ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്.